ഒരുപാട് ആളുകൾക്ക് പ്രിയങ്കരമായ ഒരു പാനീയമാണ് കാപ്പി അല്ലെങ്കിൽ കോഫി എന്ന് പറയുന്നത്. ലോകത്ത് പെട്രോൾ, ഡീസൽ പോലെയുള്ള എണ്ണ ഉൽപ്പന്നങ്ങൾക്ക് ശേഷം 2ാം സ്ഥാനത്ത് ഏറ്റവും അധികം വിൽക്കപ്പെടുന്നത് കാപ്പിയാണ് എന്നുള്ളത് ഒരു സത്യമാണ്. എന്തുകൊണ്ടാണ് ഈ ചെറിയ കയ്പുള്ള ഈ വസ്തു ആളുകൾക്ക് ഇത്രയും പ്രിയങ്കരമാവാൻ കാരണം? അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണ് ഈ കാപ്പി കുടിക്കുമ്പോൾ നമ്മുടെ ഉറക്കം പമ്പ കെടുക്കുന്നത്? അതിന്റെ രഹസ്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. വെൽക്കം ടു മലയാളം ഡൈജസ്റ്റ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഉറക്കം വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ അഡിനോസൈൻ എന്ന ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് റിസപ്റ്ററുകളുമായി ചേരുന്നു. ഈ അഡിനോസൈൻ റിസപ്റ്ററുകളുമായി ഇത് ചേരുമ്പോൾ ഇതിന്റെ സാന്ദ്രത നമ്മുടെ തലച്ചോറിൽ കൂടുന്തോറും നമ്മുടെ ക്ഷീണം കൂടി വരും. അഡിനോസൈൻ്റെ അളവ് നമ്മുടെ തലച്ചോറിൽ ഒരു രേഖയ്ക്ക് മുകളിൽ കയറുമ്പോഴാണ് നമുക്ക് അതിയായ ഉറക്കം തോന്നുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കോഫിയിൽ കഫൈൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവുണ്ട്. ഈ കഫൈൻ്റെ ഘടനയും നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഡിനോസൈൻ എന്ന രാസവസ്തുവിന്റെ ഘടനയും ഏകദേശം സാമ്യമുള്ളതാണ്. അതായത് നമ്മുടെ തലച്ചോറിലെ അഡിനോസൈൻ റിസപ്റ്ററുകളോട് ചേരാൻ കാഫൈൻ എന്ന രാസവസ്തു മത്സരിക്കും. അഡിനോസൈൻ ഇരിക്കേണ്ടടുത്ത് കാഫൈൻ കയറിയിരിക്കുമെന്നർത്ഥം. അപ്പോൾ നമുക്ക് ഉറക്കം തോന്നുകയില്ല. അപ്പോൾ വേറൊരു ചോദ്യം വരും, അധിക നാളിങ്ങനെ ഉറക്കത്തെ മാറ്റി നിർത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പതിവായി കൂടിയ അളവിൽ കാപ്പി കുടിക്കുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ബ്രെയിനിൽ കൂടുതൽ അഡിനോസൈൻ റിസപ്റ്ററുകൾ ബ്രെയിൻ സൃഷ്ടിക്കും. അയാൾക്ക് ഉറക്കം തോന്നണമെങ്കിൽ കൂടുതൽ അഡിനോസൈൻ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട വരും. നാളുകൾ കഴിയുന്തോറും ഉറക്കത്തെ മാറ്റി നിർത്തണമെങ്കിൽ കൂടിയ അളവിൽ കാപ്പിയും വേണ്ടിവരും. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് കാപ്പി കൂടി നിർത്തിയാലോ? കോഫിയുടെ അളവ് കുറയുമ്പോൾ പെട്ടെന്ന് ക്ഷീണം തോന്നും. കാരണം നമ്മുടെ തലച്ചോറിൽ ഒരു സാധാരണ മനുഷ്യനിലുള്ളതിനേക്കാൾ ഒരുപാട് അഡിനോസൈൻ്റെ അളവ് കൂടുതലാണ്. ഇനി ഇത് മാത്രമാണോ കാഫെയിൻ്റെ രാസപ്രക്രിയ? അല്ല, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ അപകടങ്ങളെ നേരിടുമ്പോൾ അല്ലെങ്കിൽ ജാഗ്രത പാലിക്കേണ്ടി വരുമ്പോൾ ഒരു പ്രത്യേക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, അഡ്രിനാലിൻ. അഡ്രിനാലിൻ ചെയ്യുന്നത് ഹൃദയമിടിപ്പ് കൂട്ടുക, ശ്വാസകോശം മുഴുവനായും തുറക്കുക, രക്തയോട്ടം കൂട്ടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു അപകടത്തെ തരണം ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ സന്തോഷം തരുന്ന ഒരു രാസവസ്തുവാണ് ഡോപ്പമൈൻ എന്നുള്ളത്. ഈ 2 ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കാൻ കോഫി സഹായിക്കും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, കൊക്കൈൻ എന്ന ഡ്രഗ് ചെയ്യുന്ന കാര്യം തന്നെയാണ് കാപ്പി ഒരു ചെറിയ അളവിൽ ചെയ്യുന്നത്. കോഫി ഒരു ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ കൊക്കൈൻ്റെ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. കോഫി പലപ്പോഴും ഒരു ഡ്രഗിന്റെ സ്വഭാവം കാണിക്കുന്നതും വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇനി കോഫി കുടിക്കുന്നതിൽ അപകടമുണ്ടോ? ഇത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണോ? അതുകൂടി നമുക്ക് നോക്കാം. ഒരാരോഗ്യമുള്ള ശരീരത്തിൽ 150 മില്ലിഗ്രാമാണ് ഓരോ കിലോയ്ക്കും വേണ്ടത്. അതായത് 150 മില്ലിഗ്രാം പെർ കിലോഗ്രാം. ഒരു 70 കിലോയെങ്കിലും ഭാരമുള്ള ഒരു ആരോഗ്യമുള്ള മനുഷ്യനെ സംബന്ധിച്ച് 14,000 മില്ലിഗ്രാമിന് മുകളിൽ പോയാലാണ് ഓവർഡോസ് ആവുകയുള്ളൂ. ഒരു കപ്പിൽ ഏകദേശം 150 മില്ലിഗ്രാമാണ് ഉള്ളത്. അതായത് ഒറ്റയടിക്ക് ഒരാളുടെ ശരീരത്തിൽ 14,000 മില്ലിഗ്രാം കഫീൻ വേണമെങ്കിൽ 70ഓളം കപ്പുകൾ നമ്മൾ കുടിക്കണം. പക്ഷേ ഇത് അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം ഒരു 30-35 കപ്പുകൾ എത്തുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവിക്കാൻ തുടങ്ങും. ഹല്ലൂസിനേഷൻസ്, തലകറങ്ങുന്നത് പോലെ അങ്ങനെ പലതും തോന്നാൻ തുടങ്ങും. അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, ദിവസത്തിൽ അതായത് 24 മണിക്കൂറിനിടയിൽ 1 മുതൽ 3 കപ്പ് വരെ നമുക്ക് കാപ്പി കുടിക്കാവുന്നതാണ്. അതിൽ കൂടുമ്പോൾ മാത്രമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ചെറിയ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. റെഡ് ബുൾ പോലെയുള്ള പല എനർജി ഡ്രിങ്കുകളിലും ഇതേ കാഫീൻ്റെ അളവ് തന്നെയാണ് കൂടി നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനർജി ഡ്രിങ്കുകൾ കുടിക്കുമ്പോൾ ഒരുപാട് ഊർജ്ജം തോന്നുന്നത്. നമ്മുടെ അഡ്രിനാലിനും ഡോപ്പമൈനും പോലുള്ള ഹോർമോണുകൾ വളരെ വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിനാൽ തന്നെ എനർജി ഡ്രിങ്കുകൾ അധികം കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ലെന്ന് പ്രത്യേകം സൂചിപ്പിക്കേണ്ടല്ലോ. അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.